അശോക സർവകലാശാലയിലെ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചെന്ന പരാതിയിൽ അലിഖാൻ മഹ്മൂദാബാദിനെ അറസ്റ്റ് ചെയ്തതിലാണ് നടപടി. വിഷയത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹരിയാന DGPക്ക് നിർദ്ദേശം നൽകി. PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. സ്വമേധയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കൃത്യമായ മനുഷ്യാവകാശ ലംഘനം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നതാണ്. എന്തായാലും ഹരിയാന പോലീസിനോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇപ്പോൾ കമ്മീഷൻ തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തന്നെ അലിഖാന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി അലിഖാൻ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സോനിപത്ത് കോടതിയാണ് അലിഖാനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. പക്ഷേ കൃത്യമായ മനുഷ്യാവകാശ ലംഘനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന വിമർശനം തന്നെയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചു എന്ന ആരോപണത്തിലാണ് അലിഖാനെതിരെ കേസെടുക്കുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോയത്. അശോക സർവകലാശാലയുടെ ഭാഗത്തുനിന്നും ചില ഇടപെടലുകളും അതുപോലെ തന്നെ നടപടികളും അലിഖാനെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇപ്പോൾ ഹരിയാന DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി അരവിന്ദ്.